ഇന്ന് നമുക്ക് രുചികരമായ പാവയ്ക്ക തീയൽ ഉണ്ടാക്കാം. പാവയ്ക്കയുടെ കയ്പ് ഒട്ടുമില്ലാത്ത രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ളത് 2 പാവയ്ക്ക ചെറുതായി മുറിച്ചെടുത്തതും 10-15 ചെറിയുള്ളി മുറിച്ചതും, ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളിയും, പിന്നെ ഒരു നാളികേരം ചിരണ്ടിയതും. പിന്നെ പുളി ആദ്യം തന്നെ ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. ഇനി ഒരു ചീഞ്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് മുറിച്ചെടുത്ത് വെച്ച പാവയ്ക്ക വഴറ്റിയെടുക്കണം. പാവയ്ക്ക വഴന്നു വന്നാൽ അതിലേക്ക് 2-3 പച്ചമുളക് കീറിയതും മുറിച്ചെടുത്ത് വെച്ച ഉള്ളിയും ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് വഴറ്റിയെടുക്കണം. ഇത് വഴന്നു വരുവാനായി മറ്റൊരു ബർണറിലേക്ക് ലോ ഫ്ലെയിമിൽ മാറ്റിവെക്കാം. ഉള്ളിയും മറ്റും വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനായി അടികട്ടിയുള്ള ചീഞ്ചട്ടിയിൽ തേങ്ങ ഇട്ട് കൊടുത്ത് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം പൊടികൾ വറുത്തെടുക്കുവാൻ, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി വറുത്തെടുത്ത തേങ്ങ ചൂടാറിയതിന് ശേഷം ഒരു മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല മയത്തിൽ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇപ്പോൾ പാവയ്ക്കയും ഉള്ളിയും നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് തയ്യാറാക്കി എടുത്തു വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് തുറന്ന് വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ച അരപ്പൊഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ നന്നായി തിളപ്പിച്ചെടുക്കാം. ഒരു കുറുകിയ രൂപത്തിലുള്ള കറിയാണ് തീയൽ. അതുകൊണ്ട് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. തിളച്ചു വന്ന കറിയിലേക്ക് കറിവേപ്പിലയിട്ട് 2 വറ്റൽ മുളകും കടുകും പൊട്ടിച്ച് താളിച്ചു കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ പാവയ്ക്ക തീയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം.